കാറ്റത്തെ കിളിക്കൂടിലെ പുത്തൻ സ്റ്റോറിയിലേക്ക് ഏവർക്കും സ്വാഗതം. ഈ സ്റ്റോറി ഇഷ്ടപ്പെടുവാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനേ, അതുപോലെ തന്നെ ലൈക്ക് ചെയ്യാനും ഹൈപ്പ് ചെയ്യാനും മറക്കല്ലേ. അങ്ങനെ സുധീഷ് ആണെങ്കിൽ ആ മാഡത്തിനോട് കാര്യങ്ങളെല്ലാം പറഞ്ഞ് നിധിയുടെ സർട്ടിഫിക്കറ്റ് യൂണിവേഴ്സിറ്റിയിൽ പോയി അപേക്ഷിച്ച് തിരിച്ചു കിട്ടാനുള്ള എല്ലാ വഴിയും ചെയ്യുകയാണ്. അങ്ങനെ പേപ്പറിനകത്തൊക്കെ സൈൻ ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ആ മാഡം പറയുന്നുണ്ട് 2 ആഴ്ച കഴിയുമ്പോഴത്തേക്ക് സർട്ടിഫിക്കറ്റ് റെഡിയാവും, കാര്യങ്ങളൊക്കെ ഞാൻ സുധീഷിനെ വിളിച്ച് പറഞ്ഞോളാം, അപ്പോഴത്തേക്ക് എത്തിയാൽ മതി. 2 ആഴ്ചയ്ക്ക് മുമ്പ് തന്നെ റെഡിയാവും. 2 ആഴ്ച വരെ ഞാൻ മാക്സിമം ടൈം പറയുകയാണ്. അപ്പോഴത്തേക്ക് ഞാൻ സുധീഷിനെ വിളിച്ച കാര്യങ്ങളൊക്കെ പറഞ്ഞോളാം, വന്ന് സർട്ടിഫിക്കറ്റ് വാങ്ങിച്ചാൽ മതിയെന്ന് പറയാണ്. അപ്പോൾ നിധി ചോദിക്കേണ്ടത് ശരിക്കും ശരിയാവുമോ? ശരിക്കും ശരിയാവും, ഒന്നും കൊണ്ട് പേടിക്കണ്ട എന്ന് പറയാണ്. അങ്ങനെ നിധി സുധീഷും കൂടെ അവിടെ നിന്ന് ഇറങ്ങുകയാണ്. നിധിക്ക് ഭയങ്കര സന്തോഷമുണ്ട്. അങ്ങനെ കാറിനകത്തിരുന്ന് നിധി പറയുന്നുണ്ട്, ഞാൻ ഒരിക്കലും ഇയാൾ ഈ സഹായം എനിക്ക് വേണ്ടി ചെയ്യുമെന്ന് ഞാൻ വിചാരിച്ചില്ല. എല്ലാം നഷ്ടപ്പെട്ടു പോയെന്ന് വിചാരിച്ചിരുന്ന സമയത്താണ് ഇയാൾ ഇങ്ങനൊരു സഹായം ചെയ്തതെന്ന് നിധി പറയുകയാണ്. അപ്പോൾ സുധീഷ് പറയാണ്, ഇയാൾക്ക് ഓരോരോ ആഗ്രഹമില്ലേ, അതൊക്കെ നടത്തണ്ടേ? ഇയാൾക്കൊരു ജോലി, അതൊക്കെ ഇയാളുടെ ആഗ്രഹങ്ങളല്ലേ? അപ്പം അതൊക്കെ നടത്തിയെടുക്കാൻ ഞാൻ കൂടെ നിൽക്കണ്ടായോ എന്ന് പറയാണ്. അപ്പം നിധി പറയാണ്, ഈ ചെയ്യുന്നതിനൊക്കെ ഞാൻ സുധീഷിനോട് എങ്ങനെയാണ് നന്ദി അറിയിക്കേണ്ടതെന്നോ എനിക്കറിഞ്ഞൂടാ. കാരണം എൻ്റെ ചേട്ടനോ എൻ്റെ അച്ഛനോ ഒന്നും ചെയ്യാത്ത കാര്യമാണ് സുധീഷ് എന്നോട് ഈ ചെയ്യുന്നത് എന്ന് പറയുകയാണ്. എന്തായാലും ആ മാഡം സർട്ടിഫിക്കറ്റ് കിട്ടുമെന്ന് പറഞ്ഞപ്പോഴാണ് എനിക്ക് വലിയൊരു ആശ്വാസം എന്ന് പറയാണ്. അപ്പോൾ സുധീഷ് പറയാണ്, എന്തായാലും ഇയാളുടെ ആഗ്രഹങ്ങളൊക്കെ നടക്കണം. ഇയാളുടെ അച്ഛനെയും ചേട്ടനെയൊക്കെ വിട്ടു പോകുന്നതെന്നും പറഞ്ഞുകൊണ്ട് ഇയാളുടെ ആഗ്രഹങ്ങളൊന്നും നടക്കാതിരിക്കല്ലേ. അതിനുവേണ്ടി എന്ത് സഹായവും ഞാൻ ചെയ്യാൻ തയ്യാറാണെന്ന് സുധീഷ് പറയാണ്. അത് കേൾക്കുമ്പോഴത്തേക്ക് നിധിക്ക് ഭയങ്കര സന്തോഷമാവുന്നുണ്ട്. നിധി പറയാണ്, ഇനി ആ മാഡം സുധീഷിനെ വിളിക്കാമെന്നാണ് പറയുന്നത്. അപ്പം 2 ആഴ്ച ആവുമായിരിക്കും ശരിയാവാൻ ഇല്ലേന്ന് ചോദിക്കുകയാണ് സുധീഷിൻ്റെ അടുത്ത്. അപ്പോൾ സുധീഷ് പറയാണ്, മാക്സിമം 2 ആഴ്ച, അതിന് മുമ്പ് ശരിയാവുകയാണെങ്കിൽ അറിയിക്കാമെന്നല്ലേ പറഞ്ഞത്. അന്നേരം ഞാൻ നിധി എടുത്ത് പറയാം, അപ്പം നമുക്ക് പോയി സർട്ടിഫിക്കറ്റ് വാങ്ങിക്കാം എന്നും പറഞ്ഞിട്ട് ഒരു സന്തോഷത്തോടെ പോവുകയാണ്. അപ്പോഴാണ് വണ്ടിക്ക് എന്തോ ഒരു കുഴപ്പം പോലെ സുധീഷ് പറയുന്നത്. അപ്പം ഇറങ്ങി ഒന്ന് നോക്കണം എന്ന് സുധീഷ് പറയുന്നത്. അങ്ങനെ നിധിയും സുധീഷും കൂടെ ഒരിടത്ത് ഇറങ്ങുന്നുണ്ട്. സുധീഷാണെങ്കിൽ വണ്ടിയൊക്കെ നോക്കിക്കൊണ്ടിരിക്കുമ്പോഴത്തേക്ക് നിധി അടുത്തുള്ളൊരു കടയിൽ പോയി 2 ഐസ്ക്രീം വാങ്ങിച്ചുകൊണ്ട് വരികയാണ്. അപ്പം വാങ്ങിച്ചുകൊണ്ട് വന്നിട്ട് സുധീഷിന് നേരെ നീട്ടുന്നുണ്ട്. അപ്പം സുധീഷ് ചോദിക്കുന്നത്, എന്താ ഇത്? ഐസ്ക്രീം. ഇന്നെന്തായാലും സന്തോഷമുള്ള ദിവസമല്ലേ, നമുക്കൊരു ഐസ്ക്രീം കഴിക്കാമെന്ന് വിചാരിച്ച് അങ്ങനെ ഞാൻ ആ കടയിൽ പോയി വാങ്ങിച്ചതാണെന്ന് പറയുകയാണ്. അപ്പം സുധീഷ് പറയാണ്, ആഹാ, അത്ര വലിയ സന്തോഷമുണ്ടോ? പിന്നെ എല്ലാം നഷ്ടപ്പെട്ടെന്ന് വിചാരിച്ചല്ലേ അവിടുത്തെ നിന്നല്ലേ ഈ ഒരു സന്തോഷം ഉണ്ടായത് എന്ന് പറയാണ്. കാർ ഇപ്പോൾ റെഡി ആവുമെന്ന് നിധി ചോദിക്കുകയാണ്. അപ്പോൾ സുധീഷ് പറയാണ്, റെഡിയായി, കുഴപ്പമില്ല, നമുക്ക് ഉടനെ പോകാമെന്ന് പറയണം. അങ്ങനെ അവർ രണ്ടുപേരും കൂടെ ഐസ്ക്രീം കഴിക്കാൻ ഒരുങ്ങണം. അപ്പോൾ നിധി സുധീഷിൻ്റെ അടുത്ത് ചോദിക്കുകയാണ്, എന്തിനാ ഈ ഷർട്ടിൻ്റെ ബട്ടൺസ് എപ്പോഴും ഇങ്ങനെ തുറന്നിട്ടേക്കുന്നത്? അത് നിങ്ങൾക്ക് ഇട്ടുകൂടെ? എന്തിനാ ഈ തുറന്നിട്ട് ഇങ്ങനെ നടക്കുന്നതെന്ന് ചോദിക്കുകയാണ്. അപ്പം സുധീഷ് ആണെങ്കിൽ ഇങ്ങനെ നിധിയെ നോക്കുകയാണ്. എന്നിട്ട് ചോദിക്കുകയാണ്, ഞാനിനി ഷർട്ടിൻ്റെ ബട്ടൺസ് തുറന്നിട്ടാൽ ഇല്ലെങ്കിൽ നിധിക്കെന്തോ, അതിന് ഇയാൾക്കെന്താ കുഴപ്പം എന്ന് ചോദിക്കുകയാണ്. എനിക്കൊരു കുഴപ്പമില്ല, ഇയാളെ ആ ഷർട്ടിൻ്റെ ബട്ടൺസ് തുറന്നിട്ടുണ്ട് എങ്ങനെയാണ് നടക്കുന്നതെന്ന് അറിയാമോ എന്ന് ചോദിക്കുകയാണ്. അപ്പോൾ എങ്ങനെയാണെന്ന് സുധീഷ് ചോദിക്കുകയാണ്. അപ്പോൾ നിധി അങ്ങനെ കാണിച്ചു കൊടുക്കണം. അത് കാണുമ്പോഴത്തേക്ക് സുധീഷ് ചിരിക്കുകയാണ്. ഒന്നുകൂടെ കാണിച്ചേ എന്ന് പറയുകയാണ്. അങ്ങനെ നിധി വീണ്ടും കാണിച്ച് സുധീഷിനെ കളിയാക്കുന്നുണ്ട്. അപ്പോൾ സുധീഷ് ഭയങ്കരമായിട്ട് പൊട്ടിച്ചിരിക്കുകയാണ്. അപ്പോൾ പറഞ്ഞാൽ, ഇതുപോലെയാണ് നിങ്ങൾ നടക്കുന്നത്, അതുകൊണ്ട് ഷർട്ടിൻ്റെ ബട്ടൺസൊക്കെ ഇട്ട് മാന്യമായിട്ട് നടക്കാൻ നോക്ക് എന്ന് പറയണം. അപ്പോൾ സുധീഷിന് ഒരു സന്തോഷമൊക്കെ ആവുന്നുണ്ട്. നിധി ആദ്യമായിട്ടല്ലേ പറഞ്ഞത് സുധീഷിൻ്റെ അടുത്ത് ഇങ്ങനെയൊക്കെ. അപ്പോൾ അതൊക്കെ കേൾക്കുമ്പോഴത്തേക്ക് സുധീഷിനൊരു സന്തോഷമാവുന്നുണ്ട്. അങ്ങനെ അവർ രണ്ടുപേരും പതുക്കെ ഓരോന്ന് പറഞ്ഞ് അടുത്തു തുടങ്ങുകയാണ്. ഈ സമയത്താണെങ്കിൽ സുഭാഷിൻ്റെ വിവാഹമൊന്നും നടക്കാത്തതുകൊണ്ട് ഹരീഷിന് നല്ല സങ്കടമുണ്ട്. അപ്പം സങ്കടത്തോടെ ഇങ്ങനെ വർക്ക്ഷോപ്പിൽ നിന്ന് ഓരോ ജോലി ചെയ്തുകൊണ്ടിരിക്കുകയാണ്. എപ്പോഴും ഹരീഷിനെ കാണാൻ ഒരു പെൺകുട്ടി വർക്ക്ഷോപ്പിലേക്ക് വരും. ഹരീഷിനെ ഇഷ്ടമുള്ള പെൺകുട്ടിയാണ്. പക്ഷേ ഹരീഷിന് ആ പെൺകുട്ടിയോട് അങ്ങനെയൊന്നുമില്ല. അപ്പം എന്നത്തെയും പോലെ ആ കുട്ടി ഹരീഷിനെ കാണാൻ വരികയാണ്. അപ്പം ഹരീഷാണെങ്കിൽ ആ പെൺകുട്ടിയുടെ അടുത്ത് ചോദിക്കുകയാണ്, ഞാനൊരു കാര്യം നിന്നോട് ചോദിക്കട്ടെ എന്ന് ചോദിക്കുകയാണ്. അപ്പം പറഞ്ഞോളാൻ ആ കുട്ടി പറയുന്നുണ്ട്, അതെ, നീ എൻ്റെ ചേട്ടനെ കല്യാണം കഴിച്ച് വീട്ടിലേക്ക് വരാമോ എന്ന് ചോദിക്കുകയാണ്. ഇത് കേൾക്കുമ്പോഴത്തേക്ക് ആ കുട്ടി ഭയങ്കരമായിട്ട് ഞെട്ടുന്നുണ്ട്. എന്നോട് എന്ത് ക്രൂരതയാണ് ഈ കാണിക്കുന്നത് എന്ന് ആ കുട്ടി ചോദിക്കുകയാണ്. എന്ത് വർത്തമാനം ഈ പറയുന്നതെന്ന് പറഞ്ഞിട്ട് ആ കുട്ടി ഭയങ്കരമായിട്ട് ചൂടാവുന്നുണ്ട്. ഞാനേ ഹരീഷിനെ ഇഷ്ടപ്പെട്ടത്, അല്ലാതെ തൻ്റെ ചേട്ടൻ സുഭാഷിനെ അല്ല, എനിക്ക് തന്നെ കല്യാണം കഴിക്കണം ആഗ്രഹം. തനിക്ക് നാണമില്ല? ഇത് അറിഞ്ഞു വെച്ചുകൊണ്ട് താൻ തൻ്റെ ചേട്ടന് വേണ്ടി എനിക്ക് ആലോചിക്കാൻ തനിക്ക് നാണമില്ല എന്ന് ചോദിക്കുകയാണ്. അപ്പോൾ ഹരീഷ് പറയാണ്, എൻ്റെ ചേട്ടൻ എന്നെക്കൊക്കെ നല്ല സ്വഭാവമുള്ള ആളാണ്, നല്ലൊരാളാണെന്ന് പറയാണ്. അപ്പം ആ കുട്ടി പറയാണ്, എനിക്ക് തൻ്റെ ചേട്ടനെ അല്ലായിരുന്നു ഇഷ്ടം, തന്നെയാണ് ഇഷ്ടം എന്ന് പറയാണ്. എനിക്ക് തന്നോടുകൂടെ വിവാഹം കഴിച്ച് ജീവിക്കാനാണ് ഇഷ്ടമെന്നും പറഞ്ഞിട്ട് ആ കുട്ടി ഭയങ്കരമായിട്ട് ചൂടാവുകയാണ്. അപ്പോഴത്തേക്ക് ഹരീഷിന് ഭയങ്കര വിഷമമാവുന്നുണ്ട്. താൻ ഇങ്ങനെ എന്നോട് ചോദിക്കുന്നു, ഒരിക്കലും പ്രതീക്ഷിച്ചില്ലെന്നും പറഞ്ഞിട്ട് ആ കുട്ടി ദേഷ്യപ്പെട്ടങ്ങ് പോവുകയാണ്. ഹരീഷ് ഇങ്ങനെ വിഷമത്തോടെ അത് പോകുന്നു നോക്കിക്കൊണ്ട് നിൽക്കുകയാണ്.